ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേരളത്തിലെ മാധ്യമരംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ അതിഥികൾ, പ്രിയങ്കരനായ MLA, സ്നേഹം നിറഞ്ഞ സദസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബുദാബി സംസ്ഥാന KMCC കമ്മിറ്റി രാജ്യനന്മക്ക് അനിവാര്യമായ മാധ്യമപക്ഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ നടക്കുന്ന ഈ മാധ്യമ സെമിനാറിൽ സംബന്ധിക്കുവാൻ എത്തിയ പ്രിയപ്പെട്ട മലയാളക്കരയിലെ മാധ്യമ സാമൂഹ്യ രംഗത്തെ അധിപന്മാരെ സ്വാഗതം ചെയ്യുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നത് വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തെ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയും എഴുത്തുകാരനും ചിന്തകനും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിത്യ സാന്നിധ്യവുമായ KNA ഖാദർ സാഹിബാണ്. KNA ഖാദർ സാഹിബിനെ KMCCക്ക് വേണ്ടി ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് ഒരു ആമുഖത്തിൻ്റെ, ഒരു മുഖവരയുടെ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം തെല്ലുമില്ലാത്ത 3 വ്യക്തിത്വങ്ങളാണ്. കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് അവരെ ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. മനോരമ ചാനലിൻ്റെ ന്യൂസ് ഡയറക്ടർ ശ്രീ ജോണി ലൂക്കോസ് അവരെ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാധ്യമ ആക്ടിവിസ്റ്റും ദർശന ചാനലിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്ററുമായ O. അബ്ദുള്ള സാഹിബിനെയും ഈ സംഗമത്തിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യും. എൻ്റെ മുന്നിലിരിക്കുന്ന KMCC പ്രസ്ഥാനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്സിനും ഈ സംഗമത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും അബുദാബി സംസ്ഥാന KMCCയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ സരണിയിലൂടെ യാത്ര ചെയ്യാൻ ആരംഭിച്ചിട്ട് 69 ആണ്ടുകൾ തികയുകയാണ്. ഓരോ ആഗസ്റ്റ് 15 ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ആണ്ടറതിയിൽ മുട്ടായി കൊടുത്ത് പിരിഞ്ഞ് ആഘോഷിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല ആഗസ്റ്റ് 15 എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗതകാലങ്ങളിലേക്കൊരു തിരിഞ്ഞു നോട്ടം, രാജ്യത്തിന് വേണ്ടി പോരടിച്ച് വീരമൃത്യു വരിച്ചവർ, 10,000 രാജ്യത്ത് സേവിച്ച ആ മഹത്തുക്കളെ, സമരവീരത്തെ, പോരാട്ടത്തിൻ്റെ കഥകളെ സ്മരിക്കുക. അതോടൊപ്പം വർത്തമാനകാലത്തിൻ്റെ രാജ്യത്തിൻ്റെ സാഹചര്യം, നമ്മുടെ മഹത്തുക്കൾ, നമ്മുടെ പൂർവികന്മാർ, അവരുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഭാരതത്തിൻ്റെ ഒരു സാക്ഷാത്കാരമുണ്ടോ വർത്തമാന കാലഘട്ടത്തിൽ എന്ന് ചിന്തിക്കുവാനുള്ളൊരവസരം. ഇല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചുള്ള നിലപാടുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഭാവിയിലേക്ക് കരക്കെടുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ അനിവാര്യമായ ഒരു ഘട്ടം. അങ്ങനെയായിരിക്കണം ഓരോരോ സ്വാതന്ത്ര്യദിനവും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും എന്നാണ് KMCC പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത്. നമ്മുടെ രാജ്യം 69 സംവത്സരങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് പുരോഗതി, ഒരുപാട് നേട്ടം രാജ്യം കൈവരിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, ഊർജ്ജ മേഖലയിൽ, ഗതാഗത മേഖലയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് എന്ന് വേണ്ട നികല മേഖലകളിലും നമ്മുടെ രാജ്യം വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം ലോകത്തെ കാർന്ന് തിന്നപ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു. ചൊവ്വ പര്യവേഷണം സമ്പൂർണ്ണമാക്കിയ ഏതാനും ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നായി നമ്മുടെ രാജ്യവും മാറപ്പെട്ടു. ഒരുപാട് പുരോഗതികൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ വിദേശത്ത്, പ്രവാസ ലോകത്ത് അധിവസിക്കുന്ന നമുക്കൊക്കെ അറിയാം ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾക്ക് ഇന്ന് രാജ്യത്തുള്ള മാർക്കറ്റ് എത്രമാത്രം ഉണ്ട് എന്ന്. അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ആശങ്ക ഉളവാക്കുന്ന അർത്ഥം അപ്പുറത്തുണ്ട്. അനപലഷണീയമായ ചില പ്രവണതകൾ
വർത്തമാന കാലഘട്ടത്തിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ ദുഃഖിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ആ ആദ്യത്തെ ദിവസം ദേശീയ നേതാക്കന്മാരൊക്കെയും ഡൽഹിയിൽ ആഘോഷത്തിൻ്റെ തിമർപ്പിലായിരുന്നു. ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും ആഘോഷം പൊടിപൊടിച്ചപ്പോൾ അർദ്ധനഗ്നനായ ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയായിരുന്നു. കൽക്കത്തയുടെ തെരുവീതികളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കാവലായി കാത്തുനിന്ന മഹാനായ ഗാന്ധിജി. എന്നാൽ ആ ഗാന്ധിജിയെ ഒരാണ്ട് തികയുന്നതിന് മുമ്പ് കൊല ചെയ്തു. ആ കൊലപ്പെടുത്തിയതിൻ്റെ ചിന്താസരണി ഇന്ന് സജീവമായി നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയാണ്. അതിൽ അറിഞ്ഞോ അറിയാതെയോ 100% സാക്ഷരതയുടെ മേനി പറയുന്ന നമ്മുടെ നാട്ടിലും അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം. ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ പൗരന്മാർക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒന്നാണ് മീഡിയ, മാധ്യമം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും മാധ്യമങ്ങൾ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇന്ന് മലയാളിയുടേതുൾപ്പെടെ നമ്മുടെ അജണ്ട നിശ്ചയിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക്, വിശിഷ്യ ചാനലുകൾക്ക് മുഖ്യമായ പങ്കുണ്ട്. ഒരുപാട് കർത്തവ്യം മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ ലോകം, ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാധ്യമ ലോകം ആ തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നിരുന്നാൽ പോലും ചില തെറ്റുകുറ്റങ്ങൾ മാധ്യമ ലോകത്തോട് നമുക്ക് പറയുവാനുണ്ട്. അവരുടെ മാർഗത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്ന് തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അഭിപ്രായമുണ്ട് എന്നാണ് KMCCയുടെ വിശ്വാസം. ഓരോ മാധ്യമത്തിനും അവരവരുടേതായിട്ടുള്ള പക്ഷമുണ്ട്. ഓരോ മാധ്യമവും സ്വീകരിക്കുന്നത് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എഡിറ്റിങ്ങുകൾ അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ ഞാൻ ഉദാഹരണമായി പറയാം, കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു 3 അക്ഷരത്തിലുള്ള ഒരു വനിതയുടെ പേര് വെച്ചായിരുന്നു എന്ന് നമുക്കൊക്കെ ശുഭകരമായിട്ടുള്ള കാര്യമായി തോന്നുന്നില്ല. എന്നാൽ അതിലും അപ്പുറത്ത് നമ്മുടെ ഇടയിൽ എന്തിനേയും ഏതിനെയും വർഗീയമായുള്ളൊരു ചേരിതിരിവിലൂടെ കാണുകയും ഏതൊരു വിഷയത്തിലും വർഗീയത തൊട്ടുതീണ്ടുകയും ചെയ്യുന്ന ഒരു നിലപാട് ഒരുപക്ഷം എടുക്കുമ്പോൾ അരുതേ എന്ന് പറയുവാനുള്ള ഒരു ആർജവം മാധ്യമ സമൂഹം കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ, ഇന്ത്യയുടെ മതേതരത്വത്തിൽ ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. രാജ്യത്തിൻ്റെ ഭരണഘടന പൗരന്മാർക്ക് അർഹിച്ചു നൽകിയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്, ചില സാവകാശങ്ങളുണ്ട്. ആ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില അവകാശങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ വർഗീയമായി നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടുള്ളതില്ല. അതവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കൊടുക്കുക തന്നെ ചെയ്യണം. അവിടെ സമുദായം നോക്കാൻ പാടില്ല, ജാതീയത നോക്കാൻ പാടില്ല. അർഹതപ്പെട്ടത് ആർക്കാണെങ്കിലും അതൊരിക്കലും ഹനിക്കാൻ പാടുള്ളതല്ല. അനർഹമായി ആരും നേടിയെടുക്കാൻ വേണ്ടി അവകാശ പോരാട്ടത്തിന് ഇറങ്ങാനും പാടുള്ളതല്ല. അതൊരിക്കലും അവകാശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അവിടെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മാധ്യമ സമൂഹം ഈ ഒരു വിഷയത്തിൽ ശരിക്കും സാർത്ഥകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് KMCCക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാടുകളിൽ, കുഗ്രാമങ്ങളിൽ ഐക്യത്തിൻ്റെ കാഹളം, മതസൗഹാർദ്ദത്തിൻ്റെ കാഹളം ഉയർത്തുന്നതിന് വേണ്ടി, അവിടെ പക്ഷപാതമില്ലാത്ത വാർത്തകൾ കൊടുക്കുന്നതിനും സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇടപെടണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വലിയ സന്ദേശമാണ് നാടിൻ്റെ മുമ്പിൽ, നമ്മുടെ രാജ്യത്തിലെ പ്രവാസി സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ അടുത്ത കാലത്തായി വളരെ വേദനയോടുകൂടി തന്നെ പറയട്ടെ, പ്രവാസി സമൂഹത്തിലും ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള ചിന്താഗതികൾ അധികരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും പാടില്ല. നമ്മളൊക്കെ രാജ്യത്തിൻ്റെ മക്കളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്തിന് ഇനിയും പുരോഗതി ഉണ്ടാകണം. പുരോഗതി രാജ്യത്തിൻ്റെ സമത്വ സുന്ദരമായ, ശാന്തി സുരഭിലമായ ഒരു പുലരികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പൂർവികന്മാർ ദർശിച്ച ആ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതാണ് അബുദാബി KMCCക്ക് സന്ദേശമായി പറയുവാനുള്ളത്. ആ വിഷയമാണ് രാജ്യത്തിന് അനിവാര്യമായ മാധ്യമപക്ഷം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുവാനുള്ളത്. ആ വിഷയമാണ് ഞങ്ങൾക്ക് ഇവിടെ വെക്കുവാനുള്ളത്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് KMCC പ്രസ്ഥാനത്തിൻ്റെ നല്ല പരിപാടികൾക്ക് എന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾക്ക് എപ്പോഴും പിടിക്കാനുള്ളൊരു കൈയായി ഞങ്ങളുടെ കൂടെയുള്ള പ്രിയങ്കരനായ ജമനി ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു സാറാണ്. അദ്ദേഹത്തെ സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നത് KMCC
അബുദാബി കമ്മിറ്റിയുടെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് അബുദാബി KMCCയുടെ പ്രസിഡന്റ് നസീർ ബി മാട്ടൂൽ സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. KMCCയുടെ ഈ ചടങ്ങിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നും അങ്ങനെയാണ്. KMCC എപ്പോഴും ഒരു മീഡിയേറ്ററിൻ്റെ റോളിലാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാകട്ടെ മറ്റേത് പ്രവർത്തനങ്ങൾക്കാകട്ടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും.